na na tadari na Swaminatha Paripalaya Guru Guha Deva Sinisha Swaminatha Paripalaya Suma അബി എന്തോ ഫിൽമി ക്ലാസിക്കൽ റൗണ്ടില് ഒരു ചെറിയ പാട്ട് ഇത്രേ ഉള്ളൂ. ആ കുഞ്ഞു പാട്ട് സൂപ്പർ ആയിരുന്നു എടാ. താങ്ക് യു.
ഈ സ്വരങ്ങളൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചു? ഒരു പായോ സായോ രീയോ മാറിപ്പോയാ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കൊറേ പാട് കിട്ടി ഞാൻ. ആണാ? എങ്ങനെയായിരുന്നു പ്രാക്ടീസ് സെഷൻ ഒക്കെ? ഈ പാട്ട് ആദ്യം കൊറേ വട്ടം കേട്ട് എന്നിട്ട് കൊറേ വട്ടം കേട്ട് കേട്ട് പിന്നെ തലം കുത്തി ഇന്ന് പാടി കൊറേ വട്ടം കേട്ടിട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ സ്വരായിട്ട് പഠിച്ചു വന്നു. എങ്ങനെയായിരുന്നു ട്രൈ ചെയ്തേ? സരിഗമ പനി പപ മമ സ്ലോയിലിട്ട് കേൾക്കും. ഗുഡ്. സരിഗമ പനി പപ മമ രിരി സരി സ എന്ന് പറഞ്ഞ് അങ്ങനെ നന്നായിട്ട് കേൾക്കും. പഠിച്ചു. വെരി ഞാൻ അടുത്ത ദിവസം കുറച്ചുകൂടെ സ്പീഡ് കിട്ടിയാ? അല്ല ഇനി ഇല്ല, സ്പീഡ് അങ്ങനെ കൂട്ടി കൂട്ടി പതുക്കെ പഠിക്കും. പതുക്കെ. അല്ലേ? ഗ്രാജുവൽ ആയിട്ട് എല്ലാം അതെ. പടിപ്പടി. സൂപ്പർ, അടിപൊളി. Thank you. ഓ, ലാലേട്ടനെ സമ്മതിക്കണല്ലേ? Legend. സമ്മതിച്ചു ലാലേട്ടൻ. ഇത് പഠിച്ചത് അഭിനയിക്കണ്ടേ ലാലേട്ടൻ? പിന്നെ സൂപ്പർ. ഓക്കെ, ഹരിച്ചേട്ടാ. അഭിനവേ, എന്തോ സാർ, എന്തുകൊണ്ട് സ്വാമിനാഥ് എടുത്തിട്ട് വന്ന ഈ റൗണ്ടില്? എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ പാടാൻ. പിന്നെ എനിക്ക് അല്ലേലും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ, അപ്പൊ ഓക്കെ, എടുത്ത്. നല്ല ചോയ്സ് മോനെ. Thank you, നല്ല sir. ഒരു കൃതിയാണ്. അതൊരു എന്താ പറയാ, സെമി ക്ലാസിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ക്ലാസിക്കൽ പ്രോപ്പർ കർണാട്ടിക് ഒരു കൃതിയാണ്. പിന്നെ ഇതാരാ ഇത് കൃതി രചിച്ചിരിക്കുന്നത്? മുത്തുസ്വാമി ദീക്ഷിതർ. നന്നായിട്ട് പാടി നീ താങ്ക് യു സാർ. കേട്ടോ. ടഫാണ് എടുത്ത് പാടുക എന്ന് പറഞ്ഞ ഈ പ്രായത്തില് വലിയ പാടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഏത് രാഗത്തിലാ ചെയ്തിരിക്കുന്നത്? നാട്ട. ആ, എത്രാമത്തെ രാഗമാ ഇത്? 36. ഓക്കെ, വേറൊരു പേരെന്താ നാട്ടയുടെ? ചില നാട്ട്. ആ, വെരി ഗുഡ്. എല്ലാം Very good. അവന് കയ്യടി കൊടുക്കണം. അവൻ ഇത്രയും പഠിച്ചിട്ടൊക്കെ വന്നില്ലേ? സൂപ്പർ. ഓക്കെ, വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ മോനെ ഇതില് ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ നാട്ടേന്ന് കുറച്ച് മാറി പോകുന്നുണ്ടായിരുന്നു. ശരി സാർ. അത് പോട്ടെ. അത് പോട്ടെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രുതി ഒന്നേരാ കേട്ടോ. വാമദേവ വാമദേവ പാർവതി അങ്ങനെ പാടുന്നില്ല. പാർവതി അല്ലെങ്കിൽ സഗമ പനിസാന്നല്ലേ, ആ, ദാ എന്നുള്ളൊരു സാധനം ഇതിലില്ല, ഈ നോട്ടില്ല കേട്ടോ. ശരി സാർ. വാമദേവ പാർവതി വാമദേവ പാർവതി ഇല്ല മോനെ. പാർവതി. പാർവതി. അത് മോൻ പോയി പഠിക്കണം കേട്ടോ. ശരി സാർ. ആ നോട്ടില്ല. പാർവതി എന്ന് പാടുന്നത് നാട്ടെ സംബന്ധിച്ച് അതൊരു റോങ് പ്രയോഗമാണ്. ഇതിന്റെ കീർത്തനം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കാമജനക ഭാരതീശ സേവിത കാമജനക ഭാരതീശ സേവിത കാമജനക ഭാരതീശ സേവിത കാർത്തികേയ നരദാദി വന്ദിത വാമദേവ, അങ്ങനെ പോകുന്നു. ശരി സാർ. അപ്പൊ അതിനൊരു പോർഷൻ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഫിലിമിൽ വന്നപ്പോ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതാ. അങ്ങനെ അതാണ് ചരണം അല്ല അനുപല്ലവി കേട്ടോ. ശരി, ചരണം കാവ്യനാടന വിഗുണ ചരണ, അതൊക്കെ നന്നായിട്ട് പാടി. അതൊന്ന് പാടിക്കേ. കാവ്യനാട് കാവ്യനാടകാലങ്കാര ഭരണ കാമിതാർത്ഥ വിതരണ നിപുണ ചരണ കാവ്യനാടകാലങ്കാര. നാടക എന്ന് പാടണ്ട, നാടകാല അല്ലേ? ഫിലിമില് അങ്ങനെ ആയിക്കോട്ടെ. നമ്മളിപ്പം അതിപ്പം എന്താ പറയാ, ഒരു ഫിലിം ആകുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ പറയാ, ചില ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. ഇപ്പൊ ഒരു ഫിലിമിൽ ഒരാളൊരു കമ്പോസിഷൻ ഇച്ചിരി മാറ്റി എന്ന് പറഞ്ഞിട്ട് അതൊന്നും ക്വസ്റ്റ്യനബിൾ അല്ല, വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മളത് ഒരു കീർത്തനമായിട്ട് പ്രസന്റ് ചെയ്യുമ്പം, ഒരു കൃതിയായിട്ട് നോക്കുമ്പോ മോനെ കേട്ടോ, കൃതിയായിട്ട് നോക്കുമ്പം നമ്മളത് കാവ്യനാടകാലങ്കാര ഭരണ ഭൂമി ജലഗ്നി വായു ഗഗന കിരണ ഭോഗന നിത്യാനന്ദ ഗരിണി സരി ഗമ പനി പമരി സരി. അപ്പൊ അത് ഈ കാവ്യനാടകാലങ്ക എന്നാ കേട്ടോണ്ടിരുന്നത്. ഓ, അത് മാത്രമല്ലടാ, ബാക്കിയൊക്കെ നീ രസമായിട്ട് തന്നെ പാടി. ഇത് നല്ല അറ്റംപ്റ്റ് കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. മഞ്ചരി ചേച്ചി. അഭിനവ്, എന്തോ മാം? സുന്ദരായിരുന്നു കേൾക്കാൻ. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ. ഇതിൽ ചില സ്ഥലത്തൊക്കെ ഷാർപ്പ് ആവുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റിലത്തെ ഈ സ്വരം പറഞ്ഞില്ലേ, അത് ഒരുപാട് പതുക്കെ പ്രാക്ടീസ് ചെയ്തു. പതുക്കെ അല്ലേ പാടി നോക്കുന്നത്? ആ, അതെ. അല്ലെ, ഓരോ ഓരോ സ്വരത്തിന്റെ ഫ്രേസ് എടുക്കുമ്പോഴെങ്ങനെയാ അത് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാനിത് കേട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊറേ വട്ടം ട്രൈ ചെയ്തോണ്ടിരുന്നു. അപ്പൊ കൊറേ വട്ടം തെറ്റി. പിന്നെ വീണ്ടും ഒന്നുകൂടെ കേട്ടിട്ട് പാടിയെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കുറച്ചുകൂടി ഇപ്പൊ മോൻ പാടി, ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ഫ്ലൂക്ക് എന്ന് പറയില്ലേ, അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ തരക്കേടില്ലാണ്ട് പാടി. പക്ഷെ അടുത്ത പ്രാവശ്യം രണ്ടാമത് ചിലപ്പോൾ പാടാൻ പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒന്ന് പാളിച്ചകൾ സംഭവിക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം പാടുമ്പോൾ ചിലപ്പോൾ ശരിയാവും. അപ്പൊ ആ ശരിയാവാണ്ടിരിക്കുക, അങ്ങനത്തെ ആ ഒരു ഫേസില്, ആ ഒരു ഘട്ടമില്ലേ, അത് മാറണം. എപ്പോൾ പാടിയാലും അത് ശരിയായിരിക്കണം.
അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഇത് ഈ സ്വരങ്ങൾ കുറച്ച് സ്ലോ ആക്കിയിട്ട് അത് ശ്രുതി മാത്രം ഇട്ടിട്ട് അത് പാടി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ മാത്രമേ അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കി മോനെ പാടാൻ പറ്റുള്ളൂ. പാടുമ്പോഴത്തേക്ക് ചെറിയ അവിടെ ഇവിടെയൊക്കെ ചില സ്വരങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട്, അത് ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ ആ രീ എന്ന് പറയുമ്പോൾ രീ ടച്ച് ചെയ്യണം, ഗ എന്ന് പറയുന്നത് ഗ ടച്ച് ചെയ്യണം. അപ്പൊ അത് മോൻ കുറച്ചുകൂടെ നന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പൊ ഇപ്പത്തേക്കുള്ള ഈ ഒരു പെർഫോമൻസ് വാസ് വെരി ഗുഡ്. ഇതിനി നന്നാക്കാം, ഇനിയും നന്നാക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. ഹായ് മോനെ. ഹായ് സാർ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. കാര്യം ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ പാടി കേൾക്കും, കുറേ സന്തോഷം. അല്ലെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ലാതെ കേട്ട് പഠിച്ചിട്ട് വന്ന് പാടുകയല്ലേ. അപ്പം അത് ഡെഫിനറ്റായിട്ട് പ്രശംസനീയമാണ്. ഇത് എത്രാമത്തെ മേളകർത്താന്നാ പറഞ്ഞേ? 36. ആ, കറക്റ്റ്, ശരിയാണ്. അപ്പോൾ ഈ ചലനാട്ടയാണത്. ചലനാട്ടയ്ക്ക് നാട്ടയ്ക്കുള്ള വ്യത്യാസം അറിയാമോ? ആ, ഏതാ? ദായുണ്ട്. ദായുണ്ടോ? ആർക്ക്? എനിക്ക് അത് മൊത്തം സമ്പൂർണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പാടാമല്ലോ. നാട്ട എന്താണ്? സരീഗ അങ്ങനെ വെക്കാം, അതൊരു കുഴപ്പമില്ല കേട്ടോ മക്കളെ. ഇത് ഈ രാഗത്തിന് പ്രത്യേകിച്ച് പലർക്കും പല അഭിപ്രായമുണ്ട്. എന്നുണ്ട് കേട്ടോ. ഇത് കാര്യം ഇതുവരെ ഒരു തെളിച്ചം കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു സ്വരൂപം മനസ്സിലാക്കി വെച്ചങ്ങ് കാച്ചുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാനിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് മോൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടോ. ഓക്കെ സാർ. ആ പല്ലവിയുടെ എൻ്റെ ഒന്ന് പാടാമോ? സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ ദേവസേനേശ നീ അങ്ങനെ ഒരു ഡയറക്റ്റ് പിടുത്തില്ലടാ അതിന്. നീ അങ്ങനെ ഒരു അതിനകത്ത് ഞാൻ കേട്ടിട്ടുമില്ല. അത് പിന്നെ ഇത് നാട്ടിലെന്ന് പറയുമ്പോൾ പിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് കൂടുതലും അത് വലിയ നീ വെച്ച് പാടുന്നതാണ് നല്ലത് കേട്ടോ. ശരി. പിന്നെ ഒന്നുമില്ല, ആ സ്വരമൊക്കെ വെച്ച് കലക്കിയില്ലേ, അത് കൊള്ളാം മക്കളെ. മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു നീ നിന്ന് പാടുന്ന കാണാം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ശരത് സർ. ആൻഡ് ഓർക്കസ്ട്ര മറന്നുപോയി. ശരത് സർ മക്കളെ എന്താ സാർ? 8 point പറയൂ. 8. അച്ചിരി അതിക്രമല്ലേ മക്കളെ? കാര്യം നമ്മളൊരു കർണാടക സംഗീതം വെച്ചിട്ടുള്ള നമുക്ക് അതല്ല ഇപ്പം പ്രധാനം. ഒരു കൃതി എടുത്തുകൊണ്ട് വന്ന് മോൻ പാടി. അപ്പൊ എത്ര സ്വരങ്ങളാണുള്ളത്? 7. ആ, അപ്പൊ അതല്ലേ ഞാൻ എടുത്തുള്ളൂ. എത്ര സ്വരസ്ഥാനങ്ങളുണ്ട് മോനെ ആ മൊത്തത്തില്? ചുമ്മാ നമ്മളിത് അറിഞ്ഞിരിക്കണോ? പറഞ്ഞിരുന്ന കേട്ടോ. ഓ, അവൻ ചിന്തിക്കുന്ന ആ മാർക്ക് എങ്ങനെ എനിക്ക് ഇട്ട് തരും എന്നാണ്. അത് പറ്റില്ല. അതല്ല മോനെ, എത്ര നോട്ടുണ്ട്, എത്ര ഋഷഭമുണ്ട്? 12. അല്ല 12 രീയോ ഒരിക്കലും ഇല്ലടാ മോനെ. ടോട്ടലാ ഉദ്ദേശിച്ചത്. കറക്റ്റാണ്. 12 നോട്ടുണ്ട് മോനെ. അത് ഒരു ധാരണ ഉണ്ടാവണം എപ്പോഴും. അത് ചോദിക്കുമ്പോൾ ഉടനെ പറയണ്ടേടാ, നമ്മളെ കൊണ്ട് പിന്നെ റിലേ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ ചോദ്യം പിന്നീടാണ് ഉത്തരം വരുന്നത്. അത് തന്നെ, റിലേ അല്ല പ്രോബ്ലം, ഡിലേ ആണ്. ഡിലേ, അതായത് ഇവിടെ നിന്ന് എത്താനുള്ള റിലേ അല്ലടാ? തന്നെ അപ്പൊ 8.7. ഓക്കെ, താങ്ക് യു ശരത് സർ. മഞ്ജരി ചേച്ചി 8.7 തന്നെ. താങ്ക് യു മാം. ചേട്ടാ ഈ കുടത്തിൽ ഭദ്രം. ഓക്കെ, സോ ടോട്ടൽ 17.4. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.